എല്ലാവർക്കും അല്ലൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പാവയ്ക്ക വിഴുക്ക് പുരട്ടിയുടെ ഒരു ചെറിയ വീഡിയോയുമായാണ്. അതിനുവേണ്ടി നമ്മൾ പാവയ്ക്ക കഴുകി വൃത്തിയാക്കി ഈ കനത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുത്തതിന് ശേഷം കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പാവയ്ക്കെല്ലാം ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പം ഉള്ളിയും മുളകും അരിഞ്ഞിടല്. ഇനി ഈ പാവയ്ക്കയിലെ കയ്പ്പ് കളയാൻ വേണ്ടി ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, ഇത്തിരി തോനെ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് കൈവച്ച് നല്ലപോലെ ഒന്ന് ഞെരടണം. കൈവച്ച് നല്ലപോലെ ഒന്ന് ഞെരടിയിട്ട് നല്ല വൃത്തിക്ക് ഞെരടണം. കണ്ടോ, ഇതിൽ കണ്ടോ വെള്ളം കണ്ടോ ഗൈസ്, കണ്ടോ ഇതുപോലെ തന്നെ കണ്ടോ ഗൈസ്, കണ്ടോ ഇതിൽ നിന്ന് വെള്ളം വീഴും. ഇതുപോലെ നല്ലപോലെ ഞെരടി ഒരു 10-15 മിനിറ്റ് ഒരു സൈഡിലേക്ക് ചരിച്ച് വെച്ചേക്കണം. അന്നേരം ഇതിലുള്ള ആ കയ്പ്പ് നീരെല്ലാം അങ്ങ് ഇറങ്ങി അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. അന്നേരം പാവയ്ക്ക വിഴുക്കിന് കയ്പ്പുണ്ടാവില്ല. കണ്ടോ ഫ്രണ്ട്സ്, ആ നീരെല്ലാം കണ്ടോ, ആ പാവയ്ക്കയുടെ നീരെല്ലാം കണ്ടോ നാറ്റം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞ് എടുക്കുമ്പോൾ ഇത്തിരി കൂടെ പോവും, കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് നമുക്കിടാം. പാവയ്ക്ക കണ്ടോ കണ്ടോ, നല്ലപോലെ ഇങ്ങനെ പിഴിഞ്ഞ്, അന്നേരം പാവയ്ക്കയ്ക്ക് കയ്പ്പുണ്ടാവില്ല, ഒട്ടും കയ്പ്പ് കാണില്ല. എല്ലാ പാവയ്ക്കയും നമ്മളിങ്ങനെ കണ്ടോ, എല്ലാ പാവയ്ക്കയും നമ്മൾ ഉപ്പിട്ട് ഞെവടി വെച്ചിരുന്നുണ്ട്. അതിൻ്റെ ആ കയ്പ്പ് നീരെല്ലാം പോയിട്ടുണ്ട് പാവയ്ക്കയുടെ. ഇനി നമുക്ക് ഉള്ളിയും മുളകും ഇട്ടിട്ട് വിഴുക്ക് വരട്ടാം. ഞാൻ ഗൈസ് ഇതിലേക്ക് നമ്മൾ ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാനിലിട്ട് വിഴുക്ക് വരട്ടാം. നല്ല ടേസ്റ്റാണ്, ഒരു തുള്ളി കയ്പ്പും കാണൂല. വീട്ടിൽ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉപ്പ് ഞെരടി വെച്ചിരുന്ന കയ്പ്പ് പോവും, കൊച്ചുങ്ങളെല്ലാവരും കഴിക്കും. തുള്ളി കയ്പ്പ് പോലും കാണൂല ഗൈസ്. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ. നമുക്കിനി വിഴുക്ക് വരട്ടാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം എല്ലാം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാനിലെ വെള്ളം പറ്റിയിട്ടുണ്ട്. വെള്ളം പറ്റി വരുന്നതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് നമ്മളെല്ലാം വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ഇത് കുറച്ചേ ഉള്ളൂ, അതിനാവശ്യത്തിനുള്ള. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടുമ്പം നമുക്ക് കുറച്ച് കരിവേപ്പില കിട്ടിയിട്ടുണ്ട് കേസ്, കരിവേപ്പില കിട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കും. കേസ് ഇതാണ്ട് കടുകെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, കടുക് സ്ഫോടനം നടന്നിട്ടുണ്ട്. ഇനി കരിവേപ്പില സ്ഫോടനത്തിനായി കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ടിരുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ കേസ്, പാവയ്ക്ക കുറച്ചേ ഉള്ളൂ, ശകലം എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട, കാരണം നമ്മൾ ഉപ്പ് ഞെരിയിട്ടല്ലേ വെച്ചത്. ഇതൊന്ന് പാകമായി വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. തീ നല്ല കുറച്ചിട്ട് കൊടുക്കണം. നല്ല ചെറു തീയിൽ കിടന്ന് വെന്ത് മുരിഞ്ഞ് വരണം. അതുകൊണ്ട് തീ കുറച്ചേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയില്ല. ഇനി ഇതിവിടെ ഒന്നാവട്ടെ, ഫിനിഷിങ്ങിൽ കാണിച്ചു തരാൻ. നമ്മളെ പാവയ്ക്ക വിഴുക്കിങ്ങനെ മുരണ്ട് വരുന്നുണ്ട്. ഇതുപോലെ ഇത്തിരി നല്ല മുരിയണം. നല്ല ടേസ്റ്റാണ്, ഇത്തിരി കൂടെ മുരിയണം. ഒരു
10 മിനിറ്റും കൂടി കിടക്കട്ടെ, എന്നിട്ട് കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. ആ ഉപ്പിട്ട് ഞെരടി വെച്ചാൽ കഴിക്കൂല. ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.